പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കോകിലകളുടെ മധുരഗാനം ഘാതീപുത്രൻ്റെ ഹൃദയം കുളിർപ്പിച്ചു. സംതൃപ്ത മനസ്സോടുകൂടി കുതുകം രംഭയെ നോക്കി. അലൗകിക സൗന്ദര്യമാർന്ന രംഭയുടെ ദർശനം അതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അമേയ സൗന്ദര്യത്തിലുള്ള കുയിൽനാദം കൗശികന് ചില സംശയങ്ങൾ ഉളവായി. മനസ്സിനെ ഏകാഗ്രമാക്കി. ഈ കാണുന്നതെല്ലാം അണ്ടോർക്കോൻ്റെ വേലകളാണെന്ന് വ്യക്തമായി. കോപാഗ്നി ആളിക്കത്തി. ശാപവാക്കുകളാണ് പിന്നെ പുറപ്പെട്ടത്. രംഭേ, കാമത്തെയും ക്രോധത്തെയും ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നെ വഞ്ചിച്ച് നീ ഒരു കരിമ്പാറയായി തീരട്ടെ. 10,000 സംവത്സരം ഈ നിലയിൽ കഴിഞ്ഞാൽ തപോബലം വിയന്നവനും അതിതേജസ്വിയുമായൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ എൻ്റെ ശാപത്തിൽ നിന്ന് നിന്നെ കരകയറ്റും. രംഭ ഒരു പാറയായി രൂപം കൊണ്ടു. വിശ്വാമിത്രൻ്റെ ഹൃദയം അഴലാഴിയിൽ നിമഗ്നമായി. ഇതുവരെ ആയിട്ടും ക്രോധത്തെ വിജയിക്കുവാൻ സാധിച്ചില്ലല്ലോ. അമരനാഥനും മാരദേവനും കോപിഷ്ഠനായ താപസനെ കണ്ടപ്പോൾ തന്നെ ഓടി ഒളിച്ചു കഴിഞ്ഞു. അരിശത്തിന് അടിമപ്പെട്ടു. തപോനാശം സംഭവിച്ച കൗശികന് ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്തതിൽ മനസമാധാനം കിട്ടിയില്ല. എന്തുതന്നെ വന്നാലും മേലിൽ ഞാൻ കോപിക്കുകയില്ല. വിശ്വാമിത്രൻ സ്വയം തീർപ്പ് ചെയ്തു. അതിനുവേണ്ടി ഇന്നു മുതൽ ഒരാളോടും ഒരു വാക്കുപോലും ഉരിയാടുന്നതല്ല. അല്ലെങ്കിൽ ശ്വാസം കൂടി നിയന്ത്രിച്ചേക്കാം. തപസ്സുകൊണ്ട് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നതുവരെ മൗനത്തിൽ ശ്വാസോച്ഛ്വാസവും ഭക്ഷണവുമില്ലാതെ അനേക സംവത്സരങ്ങൾ ഏകാഗ്രചിത്തനായി ഞാൻ വസിക്കും. എൻ്റെ അവയവങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ഷയവും സിദ്ധി സമ്പാദിച്ചതുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അതിനു മുമ്പ് അവനിയിൽ ഇത്തരത്തിലുള്ളൊരു ഉഗ്രപ്രതിജ്ഞ ഉണ്ടായിട്ടില്ല. ദൃഢവ്രതത്തിൽ 1000 വർഷവും മുനി പുങ്കവൻ അവസാനിപ്പിച്ചു. അതിഭയങ്കര തപസ് അനുഷ്ഠിക്കുവാൻ ഹിമാചലത്തെ വിട്ട് കിഴക്കേ ദിക്കിലേക്കാണ് കുശികനന്ദനൻ പോയത്. രഘുവീരനായ രാമ നിസ്തൂലവും ദുഷ്കരവുമായ വ്രതമാണ് 1000 ആണ്ടുകൾ സ്വീകരിച്ചത്. മഹാമൗനത്തോടെ വെറും മരം പോലെ നിൽക്കുന്ന മാമുനിക്ക് പലതരത്തിലുള്ള വിഘ്നങ്ങളെയും നേരിടേണ്ടി വന്നു. എന്നാൽ കോപത്തിൻ്റെ ലാഞ്ചന പോലും ഹൃദയത്തിൽ ഉദിച്ചില്ല. എന്തു വന്നാലും ചിത്തചാഞ്ചല്യം ഏലാതെ സഹസ്ര സംവത്സരങ്ങൾ പിന്നിട്ടു. വിശ്വാമിത്രൻ ഭക്ഷണം കഴിക്കുവാൻ ഒരുങ്ങി. രാമ, ആ സമയത്താണ് മറ്റൊരു ഉഗ്രപരീക്ഷ നേരിടേണ്ടി വന്നത്. വെച്ച ചോറ് വിളമ്പിയപ്പോൾ ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷധാരിയായി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. വിശപ്പ് കൊണ്ട് തളർന്ന് ഭക്ഷണാർത്ഥിയായി വന്ന ആ അന്തണന് ചോറ് മുഴുവൻ സസന്തോഷം കൊടുത്തു. മൗനവ്രതത്തിൽ ഇരിക്കുന്ന ഭഗവാൻ വിശ്വാമിത്രൻ അതിഥിയോട് യാതൊന്നും മിണ്ടിയില്ല. അന്നം ഒട്ടും ശേഷിക്കാത്തതിൽ യാതൊന്നും ഭക്ഷിച്ചതും ഇല്ല. അടുത്ത 1000 ആണ്ടുകൾ വീർപ്പടക്കിയാണ് തപസ് ആരംഭിച്ചത്. ശ്വാസം അടക്കിയപ്പോൾ ശിരോമധ്യത്തിൽ നിന്ന് അത്യുജ്വല കാന്തിയാർന്ന അഗ്നി ആളിത്തുടങ്ങി. 3 ലോകങ്ങളും അതിൻ്റെ ചൂടിൽ എരിപൊരി കൊണ്ടു. ദേവന്മാർ, ഋഷിമാർ, ഗന്ധർവന്മാർ, ഉരകശ്രേഷ്ഠന്മാർ, രാക്ഷസന്മാർ തുടങ്ങിയ എല്ലാവരുടെയും തേജസ് വിശ്വാമിത്ര തപോജ്വാലയിൽ ഒളികെട്ടു. വ്യസനക്രാന്തരായ അവരെല്ലാം നാൻമുഖൻ്റെ അടുത്തെത്തി വിളർത്ത വദനങ്ങളോടെ പറഞ്ഞു: ദേവദേവ, മഹാപ്രഭോ, ലോപമോഹങ്ങൾ ഉണ്ടാകാൻ പലതും പ്രയത്നിച്ചുവെങ്കിലും അതിലൊന്നും മനസ്സ് പതിക്കാതെ കൗശികമാമുനി അടിക്കടി തപസ്സുകൊണ്ട് കയറുകയാണ്. അതിസൂക്ഷ്മമായി നോക്കിയിട്ടും പാപം അല്പമെങ്കിലും കാണുന്നില്ല. ഇദ്ദേഹം ഇച്ഛിക്കുന്നതേതോ അത് നൽകാതിരുന്നാൽ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ചരാചരപൂർണമായ 3 ലോകങ്ങളും മുടിഞ്ഞേക്കും. ദിക്കുകളെല്ലാം മങ്ങി. യാതൊന്നിനും തേജസ്സു കാണുന്നില്ല. സമുദ്രങ്ങൾ ശോഭിച്ച് കലങ്ങി. മഹാഗിരികൾ തകർന്നു തുടങ്ങി. കാറ്റ് കഠിനമായി വീശുന്നു. അവനീ മണ്ഡലമാകെ കുലുങ്ങുന്നു. ഭഗവാനെ, മറ്റൊരു പോം വഴിയും കാണുന്നില്ല. ജനങ്ങളിൽ നാസ്തികത്വം നടമാടുവാൻ ആരംഭിച്ചു. ജഗത്രയവാസികളുടെ മുഴുവൻ മനസ്സ് കലങ്ങിയിരിക്കുന്നു. കാലാത്മാവായ ഭാസ്കരൻ്റെ ചണ്ഡ കിരണങ്ങൾ കൂടി മുനീന്ദ്ര തേജസ്സുകൊണ്ട് നിറം കെട്ടതുപോലെയായി. ഉദ്ദേശം സഫലമായില്ലെങ്കിൽ എല്ലാം നശിക്കുവാൻ മഹർഷീശ്വരൻ നനച്ചേക്കും. അതിനു മുമ്പ് അദ്ദേഹത്തെ സംപ്രീതനാക്കണം. മഹാപ്രളയകാലത്തിലെ കാലാഗ്നിയെപ്പോലെ 3 ലോകങ്ങളും ആകെ ചുട്ടെരിയുകയാണ്. ആ തപോനിധി വിണ്ണിൽ വാഴുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യാതൊരു സംശയം കൂടാതെ അതിനും അനുഗ്രഹമേകാം. വിധാതാവിനെ മുൻനിർത്തിയ വാനോരെല്ലാം മഹാത്മാവായ വിശ്വാമിത്ര സവിധത്തിൽ എത്തി മധുരമായി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ബ്രഹ്മർഷി വര്യ, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ തപസ് ഞങ്ങളെ ഏറ്റവും സന്തുഷ്ടരാക്കി. ഹേ കുശികനന്ദന, തപസ്സുകൊണ്ട് അങ്ങ് ബ്രാഹ്മണ്യത്തെ സമ്പാദിച്ചു കഴിഞ്ഞു. മരുദ്ഗണങ്ങളോടുകൂടി ഞാൻ അങ്ങേക്ക് ദീർഘായുസ് ഇതാ നൽകുന്നു. ബ്രഹ്മൻ സ്വസ്തി വരട്ടെ. മംഗളം മേൽക്കുമേൽ ഉണ്ടാകട്ടെ. യഥേഷ്ടം അങ്ങേക്ക് പോകാം. വിധാതാവിൻ്റെയും വിണ്ണോരുടെയും വാക്കുകേട്ട മഹാമുനി സസന്തോഷം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉണർത്തി: ഭഗവാനെ, ദേവദേവ, ബ്രാഹ്മണ്യവും ചിരായുസ്സും എനിക്ക് സിദ്ധിച്ചുവെങ്കിൽ ഓംകാരവും
പഷ്ടുകാരവും എന്നെ കൈവരിക്കട്ടെ. ക്ഷത്രവേദത്തിലും ബ്രഹ്മവേദത്തിലും വിജ്ഞരായവരിൽ അദ്വിതീയനായ ബ്രഹ്മഋഷി ഭഗവാൻ വസിഷ്ഠൻ എന്നോട് ഈ ആഗ്രഹം കൈവന്നതായി അരുളി ചെയ്യട്ടെ. എൻ്റെ ഈ ഇഷ്ടം നിറവേറ്റിത്തന്ന് നിങ്ങൾ മടങ്ങി എഴുന്നള്ളിയാലും. സുരന്മാരുടെ അപേക്ഷ കൈക്കൊണ്ട ജപശ്രേഷ്ഠൻ വസിഷ്ഠ ഭഗവാൻ വിശ്വാമിത്ര ബ്രഹ്മഋഷിയുമായി സഖ്യം ചെയ്ത് ഇങ്ങനെ അരുളി ചെയ്തു. അങ്ങ് ബ്രഹ്മഋഷിയായി തീർന്നു, സംശയമില്ല. ഏതൊന്നും അങ്ങേക്ക് സിദ്ധമായി തീരും. സംപ്രീതരായ ദേവന്മാരെല്ലാം നാൻമുഖനോടൊന്നിച്ച് സ്വാലയം പ്രാപിച്ചു. രഘുനന്ദന, ഈ മഹാത്മാവ് ഇങ്ങനെയാണ് ബ്രാഹ്മണ്യം നേടിയത്. രാമ, ഇദ്ദേഹം മാമുനികളിൽ ഇന്ദ്രനാണ്. മൂർത്തീകരിച്ച തപസാണ്. അപ്രമേയ ധാർമ്മിഷ്ഠനാണ്. വീര്യങ്ങൾക്കെല്ലാം ആലയമാണ്. ഗൗതമനന്ദനായ ശതാനന്ദ ബ്രഹ്മഋഷി ശ്രീരാമലക്ഷ്മണന്മാരോട് വിശ്വാമിത്ര ചരിത്രം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ജനകരാജ ഋഷി കൈകൂപ്പിക്കൊണ്ട് ഗാദീസുതനോട്, ഭഗവാനെ, മുനി പുംഗവനായ ബ്രഹ്മഋഷി വര്യ, ഞാൻ ഇന്ന് ധന്യനായി അനുഗ്രഹീതനായി. കാകുത്സ്ഥ ജാതരായ രാജകുമാരന്മാരും ഒന്നിച്ച് എൻ്റെ യജ്ഞത്തിൽ ധർമ്മശീലനായ അവിടുന്ന് എത്തിയല്ലോ. ബ്രഹ്മഋഷിമാരിൽ ഉത്തമോത്തമനും മഹാഭാഗനുമായ അവിടുത്തെ ദർശനത്താൽ തന്നെ നന്മകൾ അനേകം എനിക്ക് കൈവന്നു കഴിഞ്ഞു. ബ്രഹ്മഋഷി വര്യനായ ഭഗവാനെ, അവിടുത്തെ അത്യുഗ്ര തപസ്സിൻ ചരിത്രം സവിസ്തരമായി പറഞ്ഞ് മഹാത്മാവായ രാമനും സദസ്സിൽ ഉള്ളവരും ഞാനും കേട്ടു. കണക്കാക്കുവാൻ കഴിയാത്ത ഗുണങ്ങൾ, അപ്രമേയമായ തപസ്, അളവറ്റ ബലം, അനശ്വരമായ യശസ്, അത്യാശ്ചര്യമായ ഈ കഥ കേട്ടിട്ടും മതി വരുന്നില്ല. അതിതേജസ്വിയാർന്ന ഭഗവാനെ, സൂര്യൻ പടിഞ്ഞാറ്റ് ചാഞ്ഞു. സന്ധ്യാ കർമ്മകാലം സമാഗതമായി. നാളെ സുപ്രഭാതത്തിൽ അവിടുത്തെ ദർശിക്കുവാൻ ആഗ്രഹമുണ്ട്. അവിടേക്ക് സ്വാഗതം. എനിക്ക് വിട നൽകണേ. നരോത്തമനായ രാജഋഷിയെ പ്രശംസിച്ചുകൊണ്ട് ബ്രഹ്മഋഷി യാത്രാനുവാദം കൊടുത്തു. മിഥിലാപതിയായ വിദേഹമന്നവൻ ഭഗവാൻ വിശ്വാമിത്രനെ ഉപാധ്യായന്മാരോടും ബന്ധുജനങ്ങളോടും കൂടി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ധർമാത്മാവായ കൗശിക ബ്രഹ്മഋഷിയാകട്ടെ ശ്രീരാമലക്ഷ്മണന്മാരോടും പൂജ്യപാദരായ മാമുനിമാരോടും ഒന്നിച്ച് യജ്ഞകവാടത്തിലുള്ള പാർപ്പിടത്തിലേക്ക് സസന്തോഷം പോന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.